നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ഗൈഡൻസ്. മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഫോർ ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, സിക്സ് ഓഫ് പെൻഡക്കിൾസ്, ടെമ്പറൻസ്, ക്വീൻ ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് വാൻഡ്സ്. ഇന്നത്തെ ദിവസത്തെ കാർഡുകൾ ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ റീഡിങ്സ് നോക്കാം. മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ ഇന്നൊരു ന്യൂ മൂൺ ഡേ ആണ്. ഇന്നലെ സൂര്യഗ്രഹണം കഴിഞ്ഞിട്ടുള്ള ന്യൂ മൂൺ ഡേ ആണ്. ന്യൂ മൂൺ ഡേക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ന്യൂ മൂൺ ഡേയിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നൊരു ദിവസമാണ്. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരു കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന, എന്ത് തീരുമാനം എടുക്കണം എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ മാനസികമായിട്ടൊരു സ്റ്റെബിലിറ്റി കിട്ടാത്തൊരു ദിവസം കൂടിയാണ്. നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കുന്ന ഒരു എനർജി ഉണ്ട്. യഥാർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ഒരു മിഥ്യാധാരണയിൽ കാര്യങ്ങൾ കാണുന്നതായിട്ടാണ് കാണുന്നത്. യഥാർത്ഥം വേറെ ആയിരിക്കും. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ കൂടുതലായിട്ട് ഓവർ പവർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എല്ലാ കാര്യത്തിനും ഒരു ആശങ്ക, എന്ത് ചെയ്യുമ്പോഴും ഒരു ടെൻഷൻ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. അത് മാറ്റി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യങ്ങളെ നോക്കിക്കാണാനാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റി കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരുന്നത്. എന്ത് ചെയ്യണമെന്ന് ഒരു ക്ലാരിറ്റി കിട്ടാത്തതിൻ്റെ ഒരു ടെൻഷനിൽ ഇരിക്കുന്ന ആളുകളാണ് കൂടുതൽ ഇതിനകത്ത് കാണുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്ന കാര്യങ്ങളും നമ്മുടെ യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു സന്തുലിതമായി പോവാത്തത് കൊണ്ടുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. മൈൻഡിനൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിർത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ആൾക്കാർ അത് കുറച്ച് നീട്ടിവെക്കുക. കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അത് അവോയ്ഡ് ചെയ്ത് വിടുക. നെക്സ്റ്റ് ഡേയിലേക്ക് നമുക്ക് നമ്മുടെ ഈ എനർജി ചേഞ്ച് ആകുമ്പോഴത്തേക്കും ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ, മൈൻഡ് പാകപ്പെടുമ്പോൾ അന്നേരം എടുത്താൽ മതി. ഇന്നത്തെ ദിവസം അങ്ങനെയുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം വിട്ടുകളയാന്നാണ് പറയുന്നത്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് വളരെയധികം കഠിനാധ്വാനം ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ കാര്യക്ഷമത കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത് ഒരു ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായും സൂക്ഷ്മമായും പഠിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവാനാണ് പറയുന്നത്. എടുത്തു ചാടി കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു റിസ്ക് എടുക്കാനായിട്ട് മടിച്ചു നിൽക്കുന്ന ആളുകളെയാണ് നമുക്കിവിടെ കാണുന്നത്. റിസ്ക് എടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നമ്മളതിനെക്കുറിച്ചൊന്ന് കാര്യമായിട്ട് വിശകലനം ചെയ്തതിന് ശേഷം മാത്രം റിസ്ക് എടുത്ത് മുന്നോട്ട് പോവുക. ശക്തമായ ഒരു മനസ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പോൾ പണം ചിലവാക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് ചിലവാക്കുക, വളരെ കെയർഫുള്ളായിട്ട് ചിലവാക്കുക എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മണിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ഇത് കയ്യിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യാം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതുപോലെ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ അത് ഫണ്ട് സോഴ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ കാര്യമായിട്ടൊന്ന് ആലോചിക്കുന്നുണ്ടെന്ന് പറയുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾക്കൊരു മണി ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫണ്ട് സോഴ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ കൂടുതലായിട്ട് ആലോചിച്ച് അതിനെക്കുറിച്ച് വളരെ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഫണ്ട് റൈസ് ചെയ്യാം എന്നതിനെക്കുറിച്ച്. അതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ കാര്യങ്ങൾ മൂവ് ആവുന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാവും. സ്ട്രക്കായി നിൽക്കുകയാണോ എന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്പീഡിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല എന്നൊരു ടെൻഷൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാവാനുണ്ട്. അതൊരു ഇന്നത്തെ ദിവസത്തിൻ്റെ മാത്രം എനർജിയാണ്. അതവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകും. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ടെൻഷൻ അടിക്കേണ്ടെന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 7 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇന്നത്തെ ദിവസം ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഫലം, അല്ലെ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് തക്കതായ ഒരു പ്രതിഫലം നമ്മൾക്ക് കിട്ടുന്നില്ല എന്നൊരു ചിന്തയിൽ ഇന്ന് നിങ്ങൾ ദിവസം പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് തൊട്ടരികിലെത്തി നിൽക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലത്തിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ ജോലി ചെയ്തിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് എനിക്ക് കിട്ടുന്നില്ല, അപ്പോൾ എനിക്കത് മാറി വേറെ എന്തെങ്കിലേക്കും പോകുന്നോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷേ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഈ പാതയിൽ തന്നെ നിങ്ങൾ പിന്തുടരുക, നിങ്ങളുടെ റിസൾട്ടിന് തൊട്ടരികിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഗണ്യമായ പുരോഗതി കൈവരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനായിട്ടുള്ള തൊട്ട് മുന്നെയാണ് നിൽക്കുന്നത്. മുന്നോട്ട് തന്നെ പോവുക, ഈ പാത തന്നെ പിന്തുടരുക. എന്ത് വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളും വളരെ പുഞ്ചിരിയോടെ നേരിട്ട് മുന്നോട്ട് പോകുവാനാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഇത്രയും നാളിട്ട എഫേർട്ടിൻ്റെ ഫലം നിങ്ങൾക്ക് അരികിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ അത് ഇട്ടിട്ട് പോകരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ഫ്രൂട്ട് എടുക്കാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. നിങ്ങളുടെ ഫലം നിങ്ങൾക്ക് തൊട്ടരികിൽ വന്ന് നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ കൺഫ്യൂഷൻ നിൽക്കുന്നത്, നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തകൾ ഉണ്ടാവുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വിജയത്തിൻ്റെ തൊട്ടരികിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ പാതയിൽ തന്നെ മുന്നോട്ട് പോകാൻ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പോകുന്നത് കറക്റ്റായ വേ ആണ്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഗൈഡൻസ് തരുന്നത്. 4 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഇന്നൊരു ആഘോഷങ്ങൾ സന്തോഷങ്ങളുടെയൊക്കെ ഒരു ദിവസം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ന് ഒരു വിവാഹ നിശ്ചയമോ വിവാഹ തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടുള്ളൊരു ദിവസമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ഫാമിലിയായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. സന്തോഷം പങ്കിടാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ്, എന്തോ നിങ്ങൾക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റ്സിൽ നിങ്ങളൊരു സന്തോഷം പങ്കിടുന്നുണ്ട്. മറ്റുള്ളവർക്കൊരു ട്രീറ്റ് കൊടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്നൊരു വിജയത്തിൻ്റെ ദിവസമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ ഉത്സവങ്ങൾ, അങ്ങനെയുള്ള സാമുദായികമായ കൂട്ടായ്മകൾ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം നടക്കാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരോടും വളരെ സഹവർത്തിത്വത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പങ്കാളിയുമായിട്ട് കൂടുതൽ ഒരു അറ്റാച്ച്ഡ് ആവാനും അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ നേട്ടങ്ങളെ നിങ്ങൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അതുപോലെ തൊഴിൽപരമായിട്ടും നല്ലൊരു ദിവസമാണ്. എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളൊക്കെ ഇന്ന് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്കിന്ന് നിങ്ങളുടെ പ്രൊഫഷണൽ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കിട്ടാനായിട്ടുള്ള ഒരു ചാൻസും കൂടി ഇന്നത്തെ ദിവസം കാണിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്നുണ്ട്. ഒരു
ലേഡിയുടെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഗുണങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സക്സസ്സും കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു നേതൃത്വ പദവിയിലേക്ക് ഉയർത്തപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും പ്രോജക്റ്റിൻ്റെ ഹെഡ് ചെയ്യലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ നയിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇന്നത്തെ ദിവസം. അതുപോലെ തന്നെ ഒരു സ്ത്രീ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു സ്ത്രീയുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ബോസ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് ആയിരിക്കാം, ആരും ആവാം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കാം, മദർ ആയിരിക്കാം, വൈഫായിരിക്കും, ആരാണെങ്കിലും ഒരു സ്ത്രീയുടെ ഒരു പ്രസൻസ് ഇന്നത്തെ ദിവസം നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട്. വളരെയധികം നേട്ടങ്ങൾ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം കൊണ്ട് തരുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഉണർത്തുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവുന്നു. ചില ആളുകൾക്ക് പല കഴിവുകളും ഉണ്ടെങ്കിലും നമ്മളത് അതിനകത്ത് നമുക്കൊരു വിശ്വാസം, നമ്മളുടെ കഴിവിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ആ സ്ത്രീ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്കുള്ള കഴിവുകൾ, അതിനെക്കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളെ അതിനെക്കുറിച്ച് ബോധവാനാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആത്മവിശ്വാസവും കഴിവും ഇന്നത്തെ ദിവസം മുന്നിട്ട് നിൽക്കുന്നു. സ്വയമായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമാണ്. സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് കാണുന്നത്. അതുപോലെ സ്വന്തം കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുന്നു. അവനവൻ്റെ ഒരു കാഴ്ചപ്പാടിന് കൂടുതൽ മുൻതൂക്കം നൽകുന്നുണ്ടെന്നാണ് പറയുന്നത്. അവനവൻ്റെ കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. എന്ത് വെല്ലുവിളികൾ വന്നാലും നിങ്ങൾ വളരെ പുഞ്ചിരിയോടെ നേരിട്ട് അതിനെ മറികടക്കുന്നതായിട്ട് കാണുന്നു. എന്ത് കാര്യത്തിനും ഒരു പരിഹാരം ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. എന്ത് സ്ട്രഗിൾ ഉണ്ടെങ്കിലും അതിനൊരു പരിഹാരം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആന്തരികമായ ഒരു ശക്തി, വളരെയധികം ഒരു പവർ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇന്ന് പൂർത്തീകരിക്കുന്ന ഒരു ദിവസമാണ്. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസം കൂടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്യൂൻ ഓഫ് വാൺസ് സോൾസും വന്നിട്ടുണ്ട്. 2 ക്യൂനിൻ്റെ എനർജിയും ഇന്നത്തെ ദിവസം വന്നിട്ടുണ്ട്. നിങ്ങളിന്ന് വളരെയധികം കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെയധികം സത്യസന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. മിഥ്യാധാരണകളിലൊക്കെ മാറി യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വന്നിട്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ വിവേകപൂർവം കാര്യങ്ങളെ കാണുന്നുണ്ടാണ്, നിർവഹിക്കുന്നുണ്ട്. ശക്തിയും കഴിവും പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഇന്നുണ്ടാവുന്നു. അതുപയോഗിച്ച് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു പവർ, നിങ്ങളിലുള്ള ഈ പവർ മറ്റുള്ളവരിലേക്കും കൂടി കൊടുക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അത് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു നേതൃത്വ പദവി ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കത് മറ്റുള്ളവരിലും കൂടി എത്തിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെയും കൂടി ആ ഒരു എനർജിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളെ ഇന്ന് പല ആളുകളും അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് മറ്റുള്ളവർ അനുകരിക്കുന്നു. അല്ലെ, നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ കാര്യനിർവഹണ ശേഷിയും നിങ്ങളുടെ ഒരു പവറും കണ്ടിട്ട് അതുപോലെ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അതിൽ കൂടുതൽ അസൂയ കണ്ടെത്തുന്ന ആളുകളെയും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എല്ലാവർക്കും പ്രോത്സാഹനം നൽകുവാനും എല്ലാവരെയും ഒന്ന് എൻകറേജ് ചെയ്യാനും സ്വയമായിട്ട് ഡെവലപ്പ് ചെയ്യാനും ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ടെമ്പറൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നൊരു ആത്മീയമായ ഒരു സൗഖ്യം ലഭിക്കുന്ന ഒരു ദിവസമാണ്. അതായത് യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ കൂടുതൽ കണക്റ്റ് ആയിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിനടുത്ത് കുറേ
ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരം ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ അവബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കാനാണ് നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച്, അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്, അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. ഒരു കാര്യത്തിനും ധൃതി പിടിക്കരുത് എന്ന് പറയുന്നുണ്ട്. അതായത് ചില ആളുകൾക്ക് അത് എനിക്ക് ലഭിച്ചില്ല, അത് കിട്ടിയില്ല, അതെനിക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളോട് പറയുന്നത് കുറച്ചും കൂടി ക്ഷമയോടെ കാത്തിരിക്കുക. ധൃതി പിടിച്ചൊരു തീരുമാനവും ഇന്നത്തെ ദിവസം നിങ്ങൾ എടുക്കരുത്. എല്ലാം ഒരു ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും നല്ല റിസൾട്ടിലേക്കാണ് നിങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ റഷാക്കണ്ട, സമയം കൊടുക്കുക. സമയം കൊടുത്ത് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. തൊഴിൽപരമായ ഒരു ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങളെ കാണുക. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടൊരു തീരുമാനത്തിലേക്ക് ഒരു കാരണവശാലും എത്തരുത്. അതുപോലെ നിങ്ങൾ ഇന്നത്തെ ദിവസം പങ്കാളിയുമായി വളരെ സ്നേഹത്തോടെ സ്നേഹം പങ്കിടുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നൊരു മാലാഖയുടെ പോലെയാണ്, ഒരു ഭയങ്കര ഒരു പവിത്രമായ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാവും. എല്ലാവരും നിങ്ങൾ അങ്ങനെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരുടെ മുമ്പിലും നിങ്ങളെ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു യൂണിവേഴ്സുമായിട്ട് വളരെയധികം കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ അതിൻ്റെ എല്ലാ അഡ്വാൻറ്റേജസും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് ഇന്നത്തെ ദിവസം കിട്ടിയിരിക്കുന്ന റീഡിങ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി കൂടുതലായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും കൂടുതലായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇന്ന് നവരാത്രി ആരംഭമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലൊരു എനർജിയിൽ തന്നെ നിൽക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.